ഇന്ത്യയുടെ ചുറ്റോട് ചുറ്റുകിടക്കുന്ന അയൽരാജ്യങ്ങളിലെല്ലാം ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളാണ്, സംഘർഷഭരിതമാണ്, കലാപകലുഷിതമാണ്. ശ്രീലങ്കയ്ക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശ് ആണെങ്കിൽ ഇപ്പോൾ 2021 മുതൽ ആഭ്യന്തര കലാപത്തിൽ പൊറുതിമുട്ടുന്ന മ്യാൻമാറിൽ നിന്നാണ് ഏറ്റവും പുതിയ വാർത്ത എത്തുന്നത്. മ്യാൻമാറിലെ സൈന്യം ഒരു കനത്ത ബോംബിങ്, ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു. 21ഓളം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള അതിദാരുണമായ ഒരു വാർത്ത തന്നെയാണ് മ്യാൻമാറിൽ നിന്ന് വരുന്നത്. അവിടെ 2021 സാൻസൂക്കിയുടെ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് സൈന്യം അധികാരം പിടിച്ചത് മുതൽ വിവിധ ഗ്രൂപ്പുകളും സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇതിൽ ചില ഗ്രൂപ്പുകളെ ചൈന പിന്തുണയ്ക്കുന്ന ചില തീവ്രവാദ ഗ്രൂപ്പുകളുമുണ്ട്. ഇവരിൽ ചിലരൊക്കെയാണ് മ്യാൻമാറിൽ നിന്ന് നുഴഞ്ഞു കയറി മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ഏതായാലും റോഹിംഗ്യകളും ബുദ്ധ മതക്കാരും തമ്മിലുള്ള സംഘർഷവും അവിടെ സ്ഥിരം ഒരു കാഴ്ചയാണ്. അത്തരത്തിലുള്ള വിഭാഗങ്ങളും അവിടെ ധാരാളമായിട്ടുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ തലവേദന തന്നെയാണ് മ്യാൻമാറിൽ നടക്കുന്ന ആഭ്യന്തര കലാപവും യുദ്ധവുമൊക്കെ. കാരണം അവിടുന്ന് വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അഭയാർത്ഥികളായി വരുന്നവരെയൊക്കെ ഇപ്പോൾ ഇന്ത്യൻ സേന ചെയ്യുന്നത് അതിൽ പ്രായമായവർ, അതുപോലെ ഗർഭിണികൾ, രോഗാതുരരായവർ അല്ലെങ്കിൽ പരിക്കേറ്റവരെ ഇന്ത്യൻ അതിർത്തിയിൽ തുറന്നിരിക്കുന്ന ക്യാമ്പുകളിൽ എത്തിക്കുകയും ചികിത്സ നൽകി അവരെ തിരിച്ചയക്കുകയുമാണ് ചെയ്യുന്നത്. കാരണം ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അതിർത്തികൾ ശക്തമായി ഞങ്ങൾ ബന്ദോബസ്ത് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഒരാളെ പോലും ഇതിനകത്തേക്ക് കയറ്റുകയോ ഇവിടെ കുടിയിരുത്തുകയോ ചെയ്യില്ല എന്ന്. മുൻകാലങ്ങളിലൊക്കെ മ്യാൻമാറിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ കുടിയേറ്റം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴും അങ്ങനെയില്ല. അങ്ങനെ അഭയാർത്ഥികളായി വരുന്നവർക്ക് ഈ മാനുഷിക പരിഗണനയുടെ പേരിൽ മാത്രം അവർക്ക് 4-5 ആഴ്ച ഇവിടെ താമസിപ്പിച്ച് അവർക്ക് ട്രീറ്റ്മെൻറ്റ് നൽകി മടക്കി അയക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. അതിനകത്ത് സേനാ വിഭാഗങ്ങളിലും സേനാ തലവന്മാരടക്കമുള്ളവർ ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആഭ്യന്തര കലാപം രൂക്ഷമായ, ആഭ്യന്തര യുദ്ധം രൂക്ഷമായ മ്യാൻമാറിൽ നിന്ന് വരുന്നത് കനത്ത വ്യോമാക്രമണത്തിൻ്റെ വാർത്തയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.